നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നും അതിൻ്റെ സയൻറ്റിഫിക് പ്രോസസ്സൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്സ് അല്ലെ ഫുഡ് സേഫ്റ്റി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഓഡിറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. നോക്കുക, FSSAI തന്നെയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. നോക്കുക, FSSAI is implementing a system where private auditing firms conduct evaluation of food business operators. പ്രൈവറ്റ് ഓഡിറ്റിംഗ് സിസ്റ്റംസ് അവർ തന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സോട് ബന്ധപ്പെട്ട് അവിടെ ഫുഡ് സേഫ്റ്റി മോണിറ്ററിംഗ് നടത്താറുണ്ട്. ഈ ഇനിഷ്യേറ്റീവ് FSSAI തന്നെ കൊണ്ടുവന്നാണ്. ഇറ്റ് എയിംസ് ടു ബിൽഡ് എ സ്ട്രോങ്ങർ കൾച്ചർ ഓഫ് റെഗുലേറ്ററി അഡ്ഹറൻസ് by utilizing the recognized third-party agencies to facilitate and verify compliances. അല്ലേ? അപ്പം അവരുടെ എന്തൊക്കെയാണ് അവർ ലാക്ക് ചെയ്യുന്നത്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത്, സേഫ്റ്റി പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നതിൽ അതിന് ഈ ഫുഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് വഴിയൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും തീർച്ചയായിട്ടും അത് കുറച്ചും കൂടെ കംപ്ലൈൻറ്റ്സ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കംപ്ലൈൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഈ തേർഡ് പാർട്ടി ഓഡിറ്റ് എന്ന് പറയുന്നത്. And that's a system designed to strengthen the food safety surveillance. Of third-party food safety audits എന്ന് പറഞ്ഞാൽ what is the main objective എന്ന് ചോദിച്ചാൽ to strengthen food safety surveillance by leveraging private auditing agencies to ensure compliance among food business operators. Ensuring compliance on the food safety standards that have been promoted by Food Safety and Standards Authority of India. For that, to strengthen the food safety surveillance by leveraging private auditing agencies. അങ്ങനെ കൊണ്ടുവന്ന ഒരു വഴിയാണ്, ഒരു പ്രോസസ്സാണ് തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്? ടു സ്ട്രെങ്തൻ ഫുഡ് സേഫ്റ്റി സർവൈലൻസ് ബൈ ലെവറേജിങ് പ്രൈവറ്റ് ഓഡിറ്റിംഗ് ഏജൻസി, സ്വകാര്യ ഓഡിറ്റിംഗ് ഏജൻസീസിന് ലെവറേജ് ചെയ്ത് കൊടുത്തിട്ട് എന്തിനാണ്? ടു എൻഷുർ കംപ്ലൈൻസ് അമംഗ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. എത്രത്തോളം കംപ്ലൈൻസ് ഫുഡ് സേഫ്റ്റി കംപ്ലൈൻസ് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്സ് കൊണ്ടുവന്നത്. വാട്ട്സ് ദ കോർ ഒബ്ജക്റ്റീവ്സ്? അപ്പം ഇതാണ് സ്ട്രെങ്തൻ സർവൈലൻസ്. അപ്പം ഇതിൽ നിന്നും ഏറ്റവും പ്രധാനമായ വേർഡ് സ്ട്രെങ്തൻ സർവൈലൻസ്. റെഡ്യൂസ് റെഗുലേറ്ററി ബർഡൻ. But decrease the frequency of inspections conducted by central or state licensing authorities. അല്ലേ? അപ്പോൾ തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്സ് ഉണ്ടെങ്കിൽ റെഗുലേറ്ററി ബർഡൻ എന്താ വെച്ചാൽ പീരിയോഡിക്കലായിട്ടുള്ള ഏറ്റവും കൂടുതൽ അവർ വന്ന് എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ വിസിറ്റ്, സെൻട്രൽ അതോറിറ്റി സ്റ്റേറ്റ് അതോറിറ്റിയൊക്കെ വിസിറ്റ് ചെയ്ത് അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ കറക്റ്റ് കംപ്ലൈൻസ് നടക്കുമ്പോൾ എപ്പോഴും റെഗുലേറ്ററി ബർഡൻ വരുന്നതിനെ കാട്ടി ഈ ഓഡിറ്റ് നടക്കുകയാണെങ്കിൽ ഒക്കെ അറിയാം എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് ന്യൂനതകൾ മാറ്റേണ്ടതിനെ പറ്റിയൊരു കാര്യം തെളിഞ്ഞു കിട്ടും. അപ്പോൾ അതിനൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് സ്ട്രെങ്തൻ സർവൈലൻസ്. സെക്കൻഡ്, റെഡ്യൂസ് റെഗുലേറ്ററി ബർഡൻ. ആൻഡ് തേർഡ്, പ്രൊമോട്ട് സെൽഫ് കംപ്ലയൻസ്. എൻകറേജ് ഫുഡ് ബിസിനസ് ടു വോളണ്ടറിലി അഡ്ഹർ ടു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അല്ലേ? അപ്പം പ്രൊമോട്ട് സ്വയമേ, അത് പുറത്തു നിന്ന് ഒരാൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി വന്ന് നിങ്ങളത് ചെയ്യാതിരിക്കരുത്, ചെയ്യണമെന്ന് പറയുന്ന കാട്ടി സ്വയമേ തന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ആ ഫുഡ് സേഫ്റ്റി കംപ്ലയൻസസ് അവർ തന്നെ അത് പാലിക്കുന്നു, വോളണ്ടറിലി പാലിക്കുന്നുണ്ടെന്ന് നോക്കുക, സർവൈലൻസ് സ്ട്രെങ്തൻ ആക്കുക, റെഗുലേറ്ററി ബർഡൻ കുറയ്ക്കുക എന്നൊക്കെ പ്രധാനമായ കോർ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ബ്രിഡ്ജ് ഗ്യാപ്സ്. അല്ലേ? റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഫീൽഡ് ലെവൽ നോൺ കംപ്ലൈൻസ്. അല്ലേ? ഇപ്പോൾ റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റും ഫീൽഡ് ലെവൽ നോൺ കംപ്ലൈൻസും, ഇപ്പോൾ റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഫീൽഡ് ലെവലിൽ നോൺ കംപ്ലൈൻസ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൊണ്ട്, അപ്പോൾ റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റും അത് കറക്റ്റായിട്ട് തന്നെ ഫീൽഡ് ലെവലിലും എല്ലാം അവർ തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി കംപ്ലൈൻസ് പാലിക്കാൻ വേണ്ടി അതിൻ്റെ അകലം കുറയ്ക്കുക എന്ന രീതിയും തേർഡ് പാർട്ടി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് കൊണ്ട് സാധിക്കുന്നു. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ്സിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പറഞ്ഞ പോലെ മാൻഡേറ്ററി വോളണ്ടറി പറഞ്ഞതുപോലെ ഇവിടെ അത് തന്നെയാണ്. മാൻഡേറ്ററി വോളണ്ടറി ഉണ്ട്. FSSAI ഐഡൻറ്റിഫൈസ് സ്പെസിഫിക് ഹൈ റിസ്ക് ഫുഡ് ബിസിനസ് for mandatory audit, specific high risk food business, a mandatory audit, while others may opt for voluntary audits to demonstrate compliance. കംപ്ലൈൻറ്റിലെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന്, കംപ്ലൈൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി വോളണ്ടറി രീതിയിൽ ഓഡിറ്റ് പ്രോസസ്സ് കാണിക്കാം. എന്നാൽ സ്പെസിഫിക് ഫുഡ് ബിസിനസ് ഒക്കെ ഉണ്ട്, ഹൈ റിസ്ക് ഫുഡ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അത് മാൻഡേറ്ററി ഓഡിറ്റാണ്, അത്യന്താപേക്ഷിതമാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം,
മാൻഡേറ്ററി ഓഡിറ്റ് ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ എങ്ങനെയാണ് ചെയ്യുന്നത്? മാൻഡേറ്ററി ഓഡിറ്റ് ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ എന്താണ്? ഫുഡ് ടൈപ്പ്, സ്പെസിഫിക് ഫുഡ് ടൈപ്പ്, ഇൻറ്റൻഡഡ് കസ്റ്റമേഴ്സ് യൂസ്, ബിസിനസ് വോളിയം, പ്രോസസ്സിംഗ് മെത്തേഡ്സ്. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള ഈ പറയുന്ന ഓഡിറ്റ് പ്രോസസ്സാണ്. മാൻഡേറ്ററി ഓഡിറ്റ് ചെയ്യേണ്ടത്. സ്പെസിഫിക് ഫുഡ് ടൈപ്സ് ഉണ്ട്, സ്പെസിഫിക് ഓഡിയൻസിന്, സ്പെസിഫിക് കൺസ്യൂമേഴ്സിനെ ഇൻറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബിസിനസ് വോളിയം, അതിൻ്റെ പ്രോസസ് മെത്തേഡ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കുക. ആ സർവൈലൻസ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടിടത്തൊക്കെ മാൻഡേറ്ററി ഓഡിറ്റിംഗ് നിർബന്ധമായി റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഈ വോളണ്ടറി ആണെങ്കിൽ ഓക്കെ, കംപ്ലൈൻസ് ഫുഡ് സേഫ്റ്റി കംപ്ലൈൻസ് അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാണിക്കാനായിട്ട് വോളണ്ടറി ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ മാൻഡേറ്ററി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ISO സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. ISO 19011:2011 ഗൈഡ്ലൈൻസ് ആണ്. ആൻഡ് ഇൻവോൾവ്സ് എവിഡൻസ് കളക്ഷൻ ത്രൂ ഇൻ്റർവ്യൂസ്, ഡോക്യുമെൻറ്റ്സ്, റിവ്യൂസ് ആൻഡ് സൈറ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഓഡിറ്റ് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഇവിടെ ഓഡിറ്റ് നടക്കുക? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ഓഡിറ്റ് നടത്തുന്നത് നോക്കൂ. അവർ എന്താണ്? എവിഡൻസ് കളക്ഷൻസ് ത്രൂ ഇൻ്റർവ്യൂ, ഈ പറഞ്ഞ ഗൈഡ്ലൈൻ ISO 19011:2011 ഗൈഡ്ലൈൻസ് പ്രകാരവും പിന്നെ എവിഡൻസ് കളക്ഷൻസ്, ഇൻ്റർവ്യൂസ്, ഡോക്യുമെൻറ്റ് റിവ്യൂ, അവരുടെ ഡോക്യുമെൻറ്റ്സ് റിവ്യൂ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട്, എങ്ങനെയൊക്കെ അവരെല്ലാം ചോദിക്കുന്നത്, എന്താ ചോദിച്ച് മനസ്സിലാക്കുന്നത്, സൈറ്റ് ഒബ്സർവേഷൻസ് ഒക്കെ വച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് നോൺ കൺഫോമിറ്റി ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരും. അതൊക്കെ എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റോ റിജക്ഷനോ ഒക്കെ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നോൺ കൺഫോർമൻസ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു, NCR ഇമ്പോർട്ടിൽ കണ്ടില്ലേ? അതേപോലെ നോൺ കൺഫോർമിറ്റി ഡെഫിഷ്യൻസീസ് ഉണ്ടായി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിൽ. അതിനെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അവർ പറയും. അത് രണ്ട് രീതിയിലാണ്, മേജറും മൈനറും എന്ന് പറഞ്ഞിട്ട് തിരിയും. മേജർ നോൺ കൺഫോർമിറ്റി എന്ന് പറഞ്ഞാൽ സീരിയസ് ഫെയിലിയേഴ്സ്, food safety management system that could lead to fatal or adverse health consequences. These must be reported to licensing authority within 24 hours. അപ്പോൾ ഈ ഓഡിറ്റ് തേർഡ് പാർട്ടി ഓഡിറ്റ് നടക്കുമ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിനോട് ഐഡൻറ്റിഫൈ ആണ് ഡെഫിഷ്യൻസീസ് വെരി മേജർ, ക്രിയേറ്റ്സ് മോർ ഹാം എന്ന രീതിയിലേക്ക് വരികയും ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഫേറ്റൽ ഓർ അഡ്വേഴ്സ് ഹെൽത്ത് കോൺസിക്വൻസസ്. അപ്പോൾ ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് ഈ ഭക്ഷണം കഴിക്കുന്നവരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുടെ മരണം അല്ലെങ്കിൽ അയാളുടെ കാര്യത്തെ തീരുമാനമാകും എന്ന് ഓഡിറ്ററിന് തോന്നിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല, മേജർ ഡെഫിഷ്യൻസിയാണ്, അപ്പോൾ മേജർ നോൺ കോൺഫോർമിറ്റിയാണ്, 24 മണിക്കൂറിനുള്ളിൽ ലൈസൻസിങ് അതോറിറ്റി അറിയിച്ചിരിക്കണം. മൈനർ നോൺ കൺഫോർമിറ്റി ആണെങ്കിൽ ഷോർട്ട് കമിൻസ് ദാറ്റ് ഡു നോട്ട് പോസ് ഇമ്മീഡിയറ്റ് ഹെൽത്ത് റിസ്ക്, ഉടനെ ഒന്നും ഹെൽത്ത് റിസ്ക് ഒന്നും വരില്ല. അപ്പോൾ ഓഡിറ്റർ പറയും, അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തിയിരിക്കണം, ഇന്ന് റെക്ടിഫിക്കേഷൻസ് കൊണ്ടുവന്നിരിക്കണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇത് എന്താണ് ലൈസൻസിങ് അതോറിറ്റീസിന് നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും എന്ന രീതിയിൽ പറയും. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ മേജർ നോൺ കൺഫോർമിറ്റി ആണെങ്കിൽ ഫൈറ്റൽ ഓർ അഡ്വേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരുന്നെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് വിത്തിൻ 24 hours ബിഫോർ ദ ലൈസൻസിങ് അതോറിറ്റി. മൈനർ നോൺ കൺഫോർമിറ്റി ആണെങ്കിൽ ഷോർട്ട് കമിൻസ്, അതൊക്കെ ഡു നോട്ട് പോസ് ഇമ്മീഡിയറ്റ് റിസ്ക് ടു ദ ഹെൽത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ദ ഓഡിറ്റർ വിൽ ആസ്ക് ടു റെക്ടിഫൈ ദി മിസ്റ്റേക്സ് by giving certain fixed time frame, and failure to comply can lead to referring these issues to the laboratory, this licensing authorities. Licensing authorities-ന് ഇപ്പോൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ അവർക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും. അതാണ് മൈനർ നോൺ കൺഫോർമിറ്റിയുടെ പ്രോസസ്സ് ഇതിൻ്റെ ഓഡിറ്റിംഗ് പ്രോസസ്സിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഏജൻസീസ്. അപ്പോൾ ഇത് തേർഡ് പാർട്ടി സ്വകാര്യ വ്യക്തികൾക്ക് നടക്കുമ്പോൾ അവരെപ്പോഴും ഇംപാർഷ്യലായിട്ട് അത് നടത്തണം. കുറച്ച് പൈസ കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി കൊടുക്കുന്ന രീതി ആയിരിക്കരുത്. അപ്പോൾ അത് ഇംപാർഷ്യലായിട്ട് നടത്താം. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് എങ്ങനെ നടത്തണം നോക്കുക. ഓഡിറ്റ് റിപ്പോർട്ട്സ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഓഡിറ്റ് ആൻഡ് ടു ദി ലൈസൻസിങ് അതോറിറ്റി വിത്തിൻ 15 days. ഏതൊക്കെ ചെയ്താലും ലൈസൻസിങ് അതോറിറ്റീസിൻ്റെ അടുത്ത് എത്തിയിരിക്കണമെന്നാണ്. അപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ടായി കഴിഞ്ഞാൽ ഉടനെ ആ റിപ്പോർട്ട് ഈ പറയുന്ന ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കാം. എന്നിട്ട് 15 ദിവസത്തിനുള്ളിൽ ആർക്ക് കൊടുക്കണം? ലൈസൻസിങ് അതോറിറ്റിക്ക് കൊടുക്കണം. കോൺഫിഡൻഷ്യാലിറ്റി
Agencies must keep all the commercial in confidence information such as product formulation strictly confidential. അവിടെയുള്ള ആ ഭക്ഷണക്കൂട്ടിൻ്റെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ട്രേഡ് സീക്രട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, പുറത്തു വിടാൻ പാടില്ല. അത് ഇതുപോലെ എത്തിക്സാണ്. തേർഡ് പാർട്ടി ഓഡിറ്റ് എന്നൊക്കെ വരുമ്പോൾ ആ ഏജൻസീസൊക്കെ അത് സൂക്ഷിക്കേണ്ടത് നിർബന്ധമായി അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫോളോ അപ്പ്. ഓഡിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇപ്പോൾ നേരത്തെ മൈനർ നോൺ കൺഫോമിറ്റി പറഞ്ഞല്ലോ, അപ്പോൾ റെക്ടിഫൈ ചെയ്യണം, ടൈം ഫ്രെയിമിൽ റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുവഴി അങ്ങ് പോകരുത്. കറക്റ്റീവ് ആക്ഷൻസ് അവിടെ എടുക്കുന്നുണ്ടോ, റെക്ടിഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നു. റെക്കോർഡ് കീപ്പിംഗ് നിർബന്ധം. ബോത്ത് ഓഡിറ്റിംഗ് ഏജൻസീസ് ആൻഡ് FBOs മസ്റ്റ് മെയിൻറ്റെയിൻ ഓഡിറ്റ് റെക്കോർഡ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years. 5 വർഷമെങ്കിലും ഈ ഓഡിറ്റ് റെക്കോർഡ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സൊക്കെ കൈവശം വച്ചിരിക്കണമെന്ന് ഈ ഓഡിറ്റിംഗ് ഏജൻസീസും FBOസും ഈ പറഞ്ഞ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും ഈ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് 5 വർഷമെങ്കിലും കയ്യിൽ വച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ക്രൈറ്റീരിയ ഫോർ ഓഡിറ്റിംഗ് ഏജൻസീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ലീഗൽ ആൻഡ് അക്രഡിറ്റഡ്. ഏജൻസീസ് മസ്റ്റ് ബി ലീഗൽ എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ വിത്ത് വാലിഡ് ISO സർട്ടിഫിക്കേഷൻ 17020, ISO സർട്ടിഫിക്കേഷൻ ഓഫ് 17021 അക്രഡിറ്റേഷൻ. ഇപ്പം ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുക? ലീഗലി ആൻഡ് അക്രഡിറ്റഡ് ഏജൻസീസിന് ഈ പറഞ്ഞ ISO IEC നമ്പർ 17020, 17021 എന്ന അക്രഡിറ്റേഷനിൽ ആയിരിക്കണം ചെയ്യാൻ സാധിക്കുക. ക്വാളിഫൈഡ് സ്റ്റാഫ് എന്താണ്? ഏജൻസീസ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് who have completed an accredited lead auditor course in food safety management system. ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു ലീഡ് ഓഡിറ്റർ കോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരിക്കും, അത് ഓഡിറ്ററിൽ ഒരാൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ 3 പേരും ഓഡിറ്റ് ഏജൻസീസിൽ അറ്റ്ലീസ്റ്റ് 3 ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് പൂർത്തീകരിച്ച ആളായിരിക്കും. ലീഡ് ഓഡിറ്റർ കോഴ്സ് ഇൻ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. Mandatory training. Every recognized auditor or agency must attend the FSSAI-led training on policies and reporting procedures before conducting audits. അപ്പോൾ ഓഡിറ്റ്സ് നടത്തുന്നതിന് മുമ്പ് ഈ ഓഡിറ്റേഴ്സായിട്ടൊക്കെ വരുന്ന ഏജൻസീസ് എന്ത് ചെയ്യണം? അതിൽ ഓഡിറ്റേഴ്സ് നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, FSSAI കൊടുക്കുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണമെന്നും പറയുന്നു. ഇനി ഓഡിറ്റ് പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. അപ്പോൾ ഓഡിറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഒന്ന് ആപ്ലിക്കേഷൻ. അപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിനെ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം? അത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ സെലക്ട്സ് ആൻഡ് അപ്ലൈ ടു എൻ FSSAI റെക്കഗ്നൈസ്ഡ് ഓഡിറ്റിംഗ് ഏജൻസി. ഓഡിറ്റിംഗ് നടത്തണം. അപ്പോൾ FSSAI റെക്കഗ്നൈസ് ചെയ്ത ഒരു ഓഡിറ്റിംഗ് ഏജൻസിയെ കണ്ടുപിടിച്ച് അവിടെ അപ്ലൈ ചെയ്യും. പ്ലാനിങ്. ദ ഏജൻസി കാറ്റഗറൈസസ് ദ ബിസിനസ് റിസ്ക് ആൻഡ് ഷെഡ്യൂൾസ് ദി ഓഡിറ്റ്. അപ്പം ഇതനുസരിച്ച് ഉടനെ ഓഡിറ്റിൻ്റെ ആവശ്യമുണ്ടോ, ഇവിടെ നിർബന്ധമോ, ഇപ്പം തന്നെ വേണോ, അതോ കുറച്ച് കഴിഞ്ഞ് മതിയോ, അത് പ്രയോറിറ്റി അനുസരിച്ച് ഈ ഓഡിറ്റിംഗ് ഏജൻസി അത് ക്ലാസിഫൈ ചെയ്ത് വെക്കും, ഷെഡ്യൂൾ റെഡിയാക്കും. ഓൺസൈറ്റ് എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ സർട്ടിഫൈഡ് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും? ആ സ്ഥലം അവിടെ പോയി പരിശോധിക്കും, ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്യും, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും, എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓഡിറ്റർ ഐഡൻറ്റിഫൈ നോൺ കൺഫോർമൻസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മൈനർ ആണെങ്കിൽ ടൈം ഫ്രെയിം കൊടുക്കും കറക്റ്റീവ് ആക്ഷൻസിന്, മേജർ ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം സർട്ടിഫിക്കേഷൻ. വൺസ് കംപ്ലയൻസ് ഈസ് വെരിഫൈഡ് എ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് റേറ്റിംഗ് ആർ ഇഷ്യൂസ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഫുഡ് സേഫ്റ്റി കംപ്ലയൻസ് ഒക്കെ എല്ലാം പാലിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ഒരു റേറ്റിംഗും കൂടി ഇവരെ ഇഷ്യൂ ചെയ്യും. സോ അതാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കും ഓഡിറ്റിംഗ് ഏജൻസീസിന്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇവർ പ്രയോറിറ്റി അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് ഓൺസൈറ്റ് എക്സിക്യൂഷൻ, അവിടെ വന്ന് സ്ഥലം പ്രമൈസസ് വിസിറ്റ് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്യും, എവിഡൻസ് കളക്ട് ചെയ്യും, ശേഷം റിപ്പോർട്ട് ചെയ്യും. അതെല്ലാം നോക്കിയിട്ട് നോൺ കൺഫോർമിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. സർട്ടിഫിക്കേഷൻ. വൺസ് complaints is verified, a final audit report and rating are issued. So key areas covered in the audit checklist. അപ്പോൾ ഓഡിറ്റിൽ എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. എന്താണ് ഓഡിറ്റേഴ്സ് ഇവാലുവേറ്റ്? എന്താണ്? ഫെസിലിറ്റി ബേസ്ഡ് ഓൺ ഷെഡ്യൂൾ 4 റിക്വയർമെൻറ്റ്സ് ഓഫ് ദ FSS ആക്ട്. ഷെഡ്യൂൾ 4 റിക്വയർമെൻറ്റ്സ് ഓഫ് FSS ആക്ട് പ്രകാരമാണ് നോക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, ക്ലീനിനെസ് ഓഫ് പ്രമൈസസ്, പ്ലാൻ ലേഔട്ട്, എക്വിപ്മെൻറ്റ് കാലിബ്രേഷൻ. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ്. പ്രമൈസസ്, ഓപ്പറേഷണൽ കൺട്രോൾ, റോ മെറ്റീരിയൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, സപ്ലയർ കൺട്രോൾ, പ്രോസസ്സിംഗ് പ്രാക്ടീസസ് ഒക്കെ എന്തൊക്കെയാണ്, GHP അതൊക്കെ നമ്മൾ നോക്കിയാണ്. ഹൈജീനിക് പ്രാക്ടീസസ് ഒക്കെ എന്തൊക്കെയാണുള്ളത്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, പേഴ്സണൽ ഹൈജീൻ ഓഫ് സ്റ്റാഫ്, പെസ്റ്റ് കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഓഡിറ്റർ നോക്കുന്ന കാര്യങ്ങളാണ്.
ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പറേഷണൽ കൺട്രോൾസ്, ഹൈജീൻ, സാനിറ്റേഷൻ. പിന്നെയുള്ളത് ക്വാളിറ്റി കൺട്രോൾ, റെഗുലേറ്റർ, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലാബറട്ടറി റിപ്പോർട്ട്സ്. പ്രോഡക്റ്റ് ടെസ്റ്റിംഗ്, റെഗുലർ ലാബറട്ടറി ടെസ്റ്റിംഗ്, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ലാബറട്ടറി റിപ്പോർട്ട്സിൻ്റെ മെയിൻ്റനൻസും എല്ലാം. പ്രോഡക്റ്റ് ടെസ്റ്റിംഗ്, ലാബറട്ടറി റിപ്പോർട്ട്സ് മെയിൻ്റനൻസ്, ഇത് രണ്ടും പ്രധാനമായിട്ട് നോക്കും. ട്രെയിനിങ്, വെരിഫിക്കേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫോർ എംപ്ലോയീസ്. അവർക്ക് എത്രത്തോളം നടത്തിയിട്ടുണ്ട്, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എത്രത്തോളം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെയോ പിന്നെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് ഫോർ ഓഡിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം. FBOs ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ the following things എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഗൽ ഡോക്യുമെൻറ്റേഷൻസ്, വാലിഡ് FSSAI. അപ്പോൾ ഓഡിറ്റിൽ നേരത്തെ ഉള്ളത് സൈറ്റിൽ പോയിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോട്ട് ചെയ്യും. ഇനി ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയുണ്ട്, വാലിഡ് FSSAI ലൈസൻസ് ഉണ്ടോ, ബിസിനസ് രജിസ്ട്രേഷൻ ഉണ്ടോ, വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് എന്ന കാര്യം നോക്കാണ്ട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടോ, ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം പ്ലാൻ, കോംപ്രഹെൻസീവ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, ഇതൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ഓപ്പറേഷണൽ ലോഗ്സ്, ടെമ്പറേച്ചർ മോണിറ്ററിങ്, ക്ലീനിങ്, സാനിറ്റേഷൻ ഷെഡ്യൂളൊക്കെ എത്ര ഷെഡ്യൂൾ വിട്ടാണ് ഈ പറഞ്ഞ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ നടക്കുന്നത്, പെസ്റ്റ് കൺട്രോൾ റെക്കോർഡ്സ്, ഇതൊക്കെ ഡോക്യുമെൻറ്റേഷനാണ്. എത്രത്തോളം നടത്തി, സാധാരണ നമ്മൾ മാർക്ക് ചെയ്യും, ഇപ്പോൾ നടത്തി ഇന്ന അനുസരിച്ച് നടത്തി എന്നത് മാർക്ക് ചെയ്യും. സപ്ലൈ ചെയിൻ, റോ മെറ്റീരിയൽ സോഴ്സ് ഡീറ്റെയിൽ, എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് എടുക്കുന്നത്, ആൻഡ് സപ്ലയർ ഇവാലുവേഷൻ റെക്കോർഡ്സ്, ആ സപ്ലൈ ചെയ്യുന്നവരുടെ ഇവാലുവേഷൻ റെക്കോർഡ്സ് എന്തൊക്കെയാണ് ഉള്ളത്, ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. ഓഡിറ്റർ എന്ന രീതിയിലും നല്ല രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിവ് കിട്ടുന്നതും ഉപയോഗിക്കാം. നമ്മളിത് പരീക്ഷ എന്ന രീതിയിൽ കണ്ടുപോയാൽ നമുക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും പരീക്ഷ എന്ന രീതിയിൽ കാണരുത്. പരീക്ഷയുണ്ട് തീർച്ചയായിട്ടും കോമ്പറ്റീറ്റീവ്നെസ്സൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കി പോയാൽ ഈ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റേഷൻ വേണം, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വേണമല്ലോ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊന്ന് പോയാൽ ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി ഒന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബർഡനായിട്ട് നിങ്ങൾക്ക് തോന്നൂല. നിങ്ങൾ നന്നായിട്ട് തന്നെ ഇത് പഠിച്ചാൽ ഇന്ന സ്റ്റെപ്പാണല്ലോ, ഇന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ, ഇത് അവിടെ വരണമല്ലോ, ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി നമ്മളത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പഠിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ രീതിയിൽ പോയാൽ മാത്രമേ പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ്. അപ്പം ആ ഡോക്യുമെൻറ്റേഷൻ ഓൺ സൈറ്റ് വിസിറ്റിൽ എന്തൊക്കെ നോക്കണം, ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നോക്കേണ്ടത്, അതൊക്കെ ജസ്റ്റ് കാണാതെ റോ മെറ്റീരിയൽ കാണാതെ പഠിച്ചാൽ നിൽക്കില്ല. അത് നമ്മളത് ജീവിക്കണം. നിങ്ങളാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അവിടെ പോയി ഓഡിറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ അവിടെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നു, ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററാണ് നോക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ റെക്കോർഡ്സ് നോക്കുന്നു, റോ മെറ്റീരിയൽ ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്, അയാളുടെ ഇവാലുവേഷൻ റെക്കോർഡ്സ് എവിടെ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് നിൽക്കും. അല്ലേ, നമ്മളത് ലീവ് ചെയ്യണം. ഒരു ഡ്രീം അത് നടപ്പിലാകും, നമ്മളത് ലീവ് ചെയ്യണം, നമ്മളതിൽ ജീവിക്കണമെന്നാണ്. അതിലാദ്യം ജീവിച്ച് വരുമ്പോൾ അവസാനം ആ ഡ്രീമും നമ്മളെ ലൈഫുമായിട്ട് ഏകദേശം ചേർന്ന് നിൽക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ അവിടെ നടക്കട്ടെ, പക്ഷെ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് വന്നാൽ ഇതൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് നടക്കും. ഓക്കെ. എംപ്ലോയി റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ് ആണ്. അവിടെ ഉള്ളവരുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഹൈജീൻ ട്രെയിനിങ് ലോഗ്സ് എത്രത്തോളം ഉണ്ട്, എത്ര ഈ കോഴ്സൊക്കെ FSMS കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഫോസ്റ്റാക്കിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഹൈജീൻ ട്രെയിനിങ് ലോഗ്സ് എന്തൊക്കെയാണ് അവർക്ക് നടത്തിയിട്ടുള്ളത്. ബ്ലഡ് ടെസ്റ്റുകൾ, ശരിക്കും പറഞ്ഞാൽ ചില ഹോട്ടലിൻ്റെ പേരൊന്നും പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ചിലടത്ത് നമുക്ക് കേരളത്തിലും പുറത്ത് സംസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എത്രത്തോളം ചെക്ക് ലിസ്റ്റുകളാണ് അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ വർക്ക് ചെയ്യുന്നവർ, അവിടെ കുക്ക് ചെയ്യുന്നവർ, അവിടെ സെർവ് ചെയ്യുന്നവർ, ഫുഡ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നതും അതെല്ലാം അവരുടെ ഹെൽത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. ആ റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ സ്റ്റാൻഡേർഡ്സും കൂടും, അവർക്ക് നല്ല രീതിയിൽ അവിടെ ബിസിനസ്സും ഉണ്ടാകും. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ഒരു വ്യത്യാസം, ഞാൻ പോയ ഒരു കോഫി ഹൗസ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെയും പുറത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ചിലയിടത്തുണ്ട് ഇവിടുത്തെ അത്രയും വരാത്തതുണ്ട്, എന്നാൽ കൂടിയും ചിലയിടത്ത് പോകുമ്പോൾ ഈ രീതിയിലും ഇങ്ങനെയും നടത്താമെന്ന രീതിയിൽ അവർക്ക് ഏറ്റവും പ്രോഫിറ്റായിട്ട് പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിംഗ്, കംപ്ലൈൻസ് പറയുന്ന രീതിയിൽ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ബിസിനസ് നടക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എംപ്ലോയി റെക്കോർഡ്സ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഹൈജീൻ ട്രെയിനിങ് ലോഗ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് സർവീസസ് ഉണ്ട്.
അതാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, ജനറൽ മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്. അത് ഈ സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് സർവീസാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ഹൈജീൻ റേറ്റിംഗ് ഓഡിറ്റ്സ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് റേറ്റിംഗ് സ്കീം ഫോർ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, കഫറ്റേറിയ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. സപ്ലയർ വെണ്ടർ ഓഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ് അതിൻ്റെ ഓഡിറ്റിംഗ്. എൻഷുറിങ് ദാറ്റ് ദ എൻറ്റയർ സപ്ലൈ ചെയിൻ മീറ്റ്സ് ദി FBO സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിൻ്റെ എൻറ്റയർ സപ്ലൈ ചെയിൻ, തുടക്കം റോ മെറ്റീരിയൽസ് സോഴ്സ് ഫ്രം ദ സോഴ്സ് ഇറ്റ്സെൽഫ് ടു ദി എന്താണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുവരെയുള്ള എല്ലാം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിലെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, അവരുടെ കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യൽ ഓഡിറ്റ് ഉണ്ട്. സപ്ലയർ വെണ്ടർ ഓഡിറ്റ്സ് ഉണ്ട്. ഹൈജീൻ റേറ്റിംഗ് ഓഡിറ്റ്സ്, ഹൈജീൻ റേറ്റിംഗ് മാത്രമായിട്ട്. പിന്നെ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ് ഓഡിറ്റ്, മാനുഫാക്ചറിങ് എക്സലൻസ്, ഹൈജീൻ, ഇതിനുവേണ്ടി മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റിംഗ്സ് ഓഫർ ഉണ്ട്. അപ്പോൾ എന്താണ് സ്പെഷ്യലൈസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ്സ്, പ്രീ ഓഡിറ്റ് ചെക്സ് കണ്ടക്റ്റഡ് ബൈ ദി ബിസിനസ് ടു ഐഡൻറ്റിഫൈ ഗ്യാപ്സ് ബിഫോർ ആൻ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ. അപ്പം ആദ്യം ഈ ഓഡിറ്റ് പ്രൈവറ്റ് ഏജൻസി അവരൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റേർണലി ഒരു ഓഡിറ്റ് നടത്തിയെടുക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ ലൂപ്പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്തുനിന്ന് വിളിക്കുമ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ്സ് അല്ലാതെ തന്നെ നടക്കും. അപ്പം ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ്സ് എന്ന് പറയും. അപ്പോൾ എന്താ FSMS, GMP, GHA ഓഡിറ്റ്സ്, ഹൈജീൻ റേറ്റിംഗ് ഓഡിറ്റ്സ്, സപ്ലയർ വെണ്ടർ ഓഡിറ്റ്സ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്സ് ഒക്കെ ഇതിൻ്റെ പ്രധാനമായ കാര്യങ്ങളായിട്ട് വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അല്ലേ. നന്നായിട്ട് പഠിക്കൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.